ഒന്നും പറയാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ വാ. എന്ത് കഷ്ടമാണ് അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. അച്ഛൻ വിടാനാ പറഞ്ഞേ. ഇങ്ങോട്ട് അമ്മേ. അച്ഛൻ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു, ഇനിയിപ്പോ എന്തോ? അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് തകരും, സമ്മതിച്ചില്ലെങ്കിൽ ബിൽ സാറിന്റെ മനസ്സും തകരും. ഇതിൽ ഏത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. പോടോ. ഒരു പെണ്ണിനെ കണ്ട തല നിവർത്തി നടക്കാത്തവനവൻ എങ്ങനെ സംഭവിച്ചു? അല്ലോ, വിനയ് സാറിന് ഇത്ര ഉശിരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതെ, എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ. പ്രായപൂർത്തിയായ മക്കളോട് മര്യാദ ഒക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുണ്ടല്ലോ. അമ്മയാണ് അച്ഛനാണെന്നും ഞാൻ നോക്കൂല. കൈവയ്ക്ക് ഞാൻ. ഇവർക്കൊന്നും അത്ര മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഡാഡിയും മമ്മിയും വലിയ ബുദ്ധി ഉപയോഗിച്ചതാ. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇത്? ഇതാണ് വീട്. ശങ്കരനാരെ, നിങ്ങൾ പോയാ മതി, ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം. പേടിക്കാതിരിക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നു പോകും. വല്ല വഴക്കോ വെക്കാനോ വേണ്ടി വരുമോ? ചിലപ്പോ. അയ്യോ, വഴക്കണേ, ഞാൻ താങ്കൾ വാടോ. ഇതിലും ഭേദം വല്ല ധർമ്മക്കാരും പിടിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. തന്ത എന്ന് പറഞ്ഞ് നടക്കണു. എന്റെ ഭഗവാനെ, ഇത് വീടോ കൊട്ടാരോ? ലക്ഷ്മി, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും, ഇവിടെ എന്ത് നടന്നാലും അനങ്ങണ്ട, മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാ മതി. അപ്പൊ വല്ല നടക്കുവോ? വല്ല അടിപിടി നടക്കുവോ മോനെ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, അവിടെ എങ്ങാനും വയ്ക്കണോ അലവലാതി? തന്നെ കെട്ടി വലിച്ചോണ്ട് വരാൻ പോയത് ആവത്തായല്ലോ. നമസ്കാരം. ചകരക്കുട്ടി, അല്ല ഇതാര്? മമ്മിന്റെ അടി എവിടെ? മോളുണ്ട്, വിളിക്കൂ. അയ്യോ, ഇതെന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം, വിളിക്കേ. ഇരുന്നോളൂ, ഇരുന്നോളൂ. ചേട്ടത്തിരിക്കൂ. ശരിക്കിരിക്കാമാവാ. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നതാ. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ, അമ്മ, അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മള് പെണ്ണുങ്ങൾ മാറി നിൽക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോര്, 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 പോര്. തന്റെ പേരെന്താ? നായർ. ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് ഇവിടുത്തെ മര്യാദയാ. അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല. അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേ ഉള്ളൂ. പിന്നെ വല്ല വെട്ടോ കുത്തോ വല്ല നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവരെ കൂട്ടിക്കൊണ്ടൊന്നും നീയാണോടാ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മമ്മി. ഇത് കണ്ടോ, എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഡാഡിയും മമ്മി വിനോദിനെ മാത്രം കൂട്ടിക്കൊണ്ടുവന്നില്ലേ? നാട്ടുകാരെന്നെ ഖരാവ് ചെയ്തു. എന്നിട്ട് അവര് തല്ലിയോ? തല്ലിയൊന്നോ? നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. വരൂ കുട്ടി. അയ്യോ, നേതാവ് പോകരുത്. ഡാഡിയോടും മമ്മിയോടും ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേഗോട്ടെ. മമ്മി, ഡാഡി, ഒരു മിനിറ്റ്. ശങ്കരൻ നായരെ, എനിക്കൊരു മൂത്രശങ്ക. സാരമില്ല. ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസന തന്നെയായിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചേർന്ന് ജാതിയായിട്ട് ഇങ്ങോട്ട് വരാനിരുന്നതാ. ഞാൻ നേതാവിന്റെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ നേതാവ് മനസ്സ് മാറ്റിയത്. നാട്ടുമ്പുറം പണ്ടത്തെ നാട്ടുമ്പുറം എന്നല്ല ഇപ്പോ. എന്റെ അമ്മാവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മോ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഡാഡി എന്താണ് ഈ പറയുന്നത്? ജാഥ ഇവിടെ വരിക, പോലീസ് ലാത്തിചാർജ് നടത്തുക, നാളെ പത്രത്തിൽ ന്യൂസ് വരിക, ഡാഡിയുടെ മമ്മിയുടെ സ്റ്റാറ്റസ് പിന്നെ ഉണ്ടാകും. അയ്യോ, അത് വേണ്ട. ആരും അറിയാതെ കാര്യം ഇങ്ങനെ ഒതുക്കി കിട്ടിയാ മതി. മമ്മി, ഞാനൊരു വഴി പറയട്ടെ. തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക, മറ്റുള്ളവർ പോട്ടെ.
ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലൊന്ന് ഉടനെ അറിയണം. അത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയുള്ള പ്രയാസമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിലൊരു പൊതുയോഗം വിളിച്ചുകൂട്ടി പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി. വാ മോളെ, ചെല്ലുമോളെ, നിന്റെ അമ്മാവിയമ്മയാ. നിങ്ങളിവിടെ എങ്ങനെ എത്തി? മോനെ, എനിക്കും ഡാഡിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധയെ അകത്തേക്ക് കൂട്ടിക്കൊള്ളൂ. വരൂ. ഇന്ന് മോളെ വരിക്കച്ചക്കയാ, അമ്മായിയമ്മയ്ക്ക് നാത്തൂനും കൊടുക്കൂ. ഞാൻ കൊണ്ടുവയ്ക്കാം. ആ മോളെ, ദാ പെട്ടി ഞാനെടുക്കാം. വരൂ, ചെല്ലുമോളെ. വിചാരിച്ചെന്നേരെ നീ നമുക്കിറങ്ങാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? എനിക്ക് എന്തായാലും പോണം. എന്റെ ഭാര്യയോട് ഒറ്റയ്ക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടൻ എന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തെ ആദ്യമായി ഈ വീട്ടിൽ വന്നതല്ലേ? ഇവിടെ താമസമാക്കാനല്ലോ അവൾ വന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ നാളെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി സൗകര്യം ഉള്ളപ്പോ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഓ, വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ ചേച്ചി. ആ, ഈസി ആയിട്ട് എടുക്കാനോ? എന്നെ തോൽപ്പിച്ചു എന്നായിരിക്കും അവരുടെ വിചാരം. ഈ ലീല ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. Then what is your plan? എന്റെ വിനു മിസ്സിസ് തമ്മിയുടെ മോളെ തന്നെ കല്യാണം കഴിക്കും. അപ്പോ ഈ കുട്ടിയോ? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇതാ, ഇതിലേത് വേണമെങ്കിലും എടുത്തോളൂ. എന്താ ഇത്? നന്നായിട്ടില്ലേ? അയ്യേ, എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? പോയി ഇതൊക്കെ മാറ്റി വരൂ. എനിക്കിതാ ഇഷ്ടം. എനിക്കിതാ ഇഷ്ടം. നിന്റെ തലയ്ക്ക് വേട്ടാ. ഇതൊക്കെ ഇവിടുത്തെ പരിഷ്കാരി പെണ്ണുക്കെ ചേരൂ. എനിക്കിത് കാണുന്ന ദേഷ്യം. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ തുടങ്ങിയ കൽപ്പന പറഞ്ഞല്ലോ നന്നായിട്ടുണ്ടെന്ന്. അതവളാണോ തീരുമാനിക്ക? എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. 7 വെളുപ്പിനെ എണീറ്റ് കുളിച്ച്, മുടിയിൽ തുളസിക്കതിർ ചൂടി, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട്, ചുണ്ടിൽ മന്ദഹാസവുമായി, ചുണ്ടത്തി ചായയൊക്കെ വാരിതേക്ക് ആരാ നിന്നോട് പറഞ്ഞേ? തൂത്തുളഞ്ഞേ. എനിക്കിതാ ഇഷ്ടം. രാധ, നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ടാണ് ഈ പഴഞ്ചൻ സ്വഭാവം വെച്ച് നടക്കുന്നത്. സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന വാസന്തി കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാനാ? അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഒരു വരവ് വന്നു. മുടിയൊക്കെ വെട്ടി, മുട്ടുവരെയുള്ള ഉടുപ്പും ഇട്ട് കാണാൻ എന്ത് ചന്തമായിരുന്നു. തന്നെ അശ്രീരായിരിക്കും. എന്തായാലും അവളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ. ഏതായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. നമ്മളമ്മ വെറുതെ വഴക്കിട്ട് സമയം കളയണ്ട. രാധ പോയി വേഷമൊക്കെ മാറ്റി വരൂ. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. മോളെ, നമുക്കൊരു സിനിമ കാണാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ സിനിമ കാണാറില്ല. നിന്നോടല്ലോ, അവളോടല്ലേ ചോദിച്ചത്. ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇവൻ വരില്ല. നമുക്ക് പോവാം മോളെ. അമ്മേ, രാധ വരുന്നില്ല. അമ്മ പോയിക്കോളൂ. എനിക്ക് സിനിമ കാണണം. നമുക്ക് പോവാനേ. വേണ്ടാത്തവരോട് എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? നമുക്ക് പോവാം മോളെ. ദേ, നിനക്ക് പൊടിയരി കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് ആഹാരം കഴിച്ചിട്ട് വരും. വാ മോളെ.